ഇന്ന് തിരുസഭ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ക്ലാര ടെലിവിഷന്റെ മധ്യസ്ഥയാണ്. വിശുദ്ധയ്ക്കുണ്ടായ ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടെലിവിഷന്റെ മധ്യസ്ഥയായി വിശുദ്ധ ക്ലാരയെ ഉയർത്തിയത്. വിശുദ്ധയുടെ അവസാന നാളുകളിൽ രോഗം മൂർച്ഛിച്ച് കുർബാനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് വിശുദ്ധയ്ക്ക് തന്റെ മുറിയിൽ വെച്ച് ഒരു ദർശനമുണ്ടായി. അവളുടെ മുറിയുടെ ചുമരിൽ കുർബാനയർപ്പിക്കുന്നത് അവൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ടെലിവിഷൻ സംപ്രേഷണത്തിന് സമാനമായ ഈ ദർശനം 1958 പൈസ് 12 മാർപ്പാപ്പ സെന്റ് ക്ലയറിനെ ടെലിവിഷന്റെ മധ്യസ്ഥയായി നാമകരണം ചെയ്യാൻ കാരണമാക്കി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനമനുസരിച്ച് പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ച ആദ്യത്തെ സന്യാസിയായിരുന്നു വിശുദ്ധ ക്ലാര. 1194 ജൂലൈ 16 ഇറ്റലിയിലെ അസീസിയിലാണ് വിശുദ്ധ ജനിച്ചത്. ക്ലാരയ്ക്ക് 18 വയസ്സായപ്പോൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ തന്റെ സമ്പാദ്യമെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്ന് മാറി ഗ്രാമപ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ താമസിക്കുകയും ചെയ്തു. 1212 മാർച്ച് 18 അവിടെ വെച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ അവളുടെ മുടി മുറിച്ചു കളയുകയും അവൾക്ക് സഭാവസ്ത്രം നൽകുകയും ചെയ്തു. ഏതാണ്ട് 42 വർഷത്തോളം തന്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ച വിശുദ്ധ ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ക്ലാരയുടെ മരണശേഷം വിശുദ്ധ സ്ഥാപിച്ച സന്യാസിനി സമൂഹം അവളോടുള്ള ബഹുമാനാർത്ഥം വിശുദ്ധ ക്ലാരയുടെ സഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ സമൂഹം പാവപ്പെട്ട ക്ലാരമാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ സന്യാസിനി സമൂഹത്തിന്റെ നിയമാവലിയും വിശുദ്ധ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. നഗ്നപാതരായി നടക്കുക, നിലത്ത് കിടക്കുക തുടങ്ങി മറ്റുള്ള സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും വളരെ കർക്കശമായ ജീവിതമായിരുന്നു ഈ സന്യാസിനികൾ പാലിച്ചു വന്നിരുന്നത്. ദാരിദ്ര്യമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഏതാണ്ട് 27 വർഷങ്ങളോളം രോഗത്താൽ പീഡിതയായ വിശുദ്ധ 1253 ഓഗസ്റ്റ് 11 മരണപ്പെടുന്നത്. മരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.